പ്യൂണിൻ്റെ പണിയെടുക്കുന്നോ അല്ലെങ്കിൽ സ്വീപ്പർ പണിയെടുക്കുന്നൊക്കെ പി സി ജോർജ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പി സി ജോർജിനെ പോലെ ഇത്രയും പരിണിതപ്രജ്ഞനായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള പലവട്ടം ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യൻ ബി ജെ പിയുടെ പാളയത്തിൽ എന്തിനു അദ്ദേഹം സ്വീപ്പർ പണിയെടുക്കണം? എന്തിനാ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പക്ഷെ പി സി ജോർജ് എപ്പോഴും സ്വീപ്പർ പണി എടുക്കുന്ന ബി ജെ പി കരുതണ്ട. പി സി ജോർജിനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാ. ബി ജെ പി ചെയർമാനാവും പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ ശരിക്കും ബി ജെ പി പിളരും, ബി ജെ പിയെ വരെ പിളർത്തും. അതെ, ആ സംശയമൊന്നുമില്ല. കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ മാൻട്രാക്കാണ് എന്നാണ് ഞാൻ പലപ്പോഴും ഈ പിന്നെ കാണാറ്. എവിടെയൊക്കെ അദ്ദേഹം പോയിട്ടുണ്ടോ അവിടെയൊക്കെ കുളങ്കലക്കി ഒരു കൊമ്പിലും ഒതുങ്ങാത്ത വിരിച്ചടത്ത് കിടക്കാത്ത ഒരു പ്രത്യേക പ്രകൃതം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിക്കുന്ന ഒരാളാണ് പി സി ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റെടുത്തവരൊക്കെ പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന്. ഈ പി സി ജോർജ് എന്ന വ്യക്തി ഒരു കാലത്ത് സ്ത്രീകളുടെ വല്ലാത്തൊരു ആരാധന പുരുഷനായിരുന്നു. കാര്യം അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്ന രീതിയിലേക്ക് പല സമയത്തും പോയിട്ടുണ്ട്. മലപ്പുറം കേരള കോൺഗ്രസിന്റെ ഒരു നിത്യ തലവേദനയായിരുന്നു പിന്നെ പി സി ജോർജ്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അച്യുതാനന്ദന്റെ പ്രഭാവം ഇടതുമുന്നണിയിൽ അവസാനിച്ചതോട് കൂടിയിട്ട് ആരുടെയൊക്കെ ഷീട്ട് കീറി ഈ പറയുന്ന പി സി ജോർജ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഓരം പറ്റി നിന്നിരുന്ന കുറേ ആളുകളുടെ ഷീട്ട് കീറി പിണറായി വിജയൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് ഒരു ഗുഡ് ബോയ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ യു ഡി എഫ് ആണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പി സി ജോർജിനെ പോലെ ഒരു തലവേദനയെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ വൈബ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളെ പോലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് ഇതുവരെയും പിടിച്ചെടുക്കാൻ പറ്റും. അനിലാന്റണിയുടെ കാര്യം അറിയാലോ നമുക്ക്. ഈ പറഞ്ഞ പോലെയാണ് എവിടെ കൊണ്ടുവച്ചാലും അത് പിന്നെ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഞാൻ പറയുന്നത് പി സി ജോർജ് പറയുന്ന പ്രസ്താവനകൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന പെണ്ണിനോടും ചെറുക്കനോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ 4 കുട്ടികളെങ്കിലും പ്രസവിക്കണം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ പറയുന്ന ഒരു നേതാവാണ് പി സി ജോർജ്. നിസ്സാരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല അദ്ദേഹത്തിൻ്റെ. നമസ്കാരം. ഒടുവിൽ പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേയായി പ്രതീക്ഷിക്കുന്നതാണ്. പലപ്പോഴും അദ്ദേഹം ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുമെങ്കിലും ഒടുവിൽ നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പി സി ജോർജ് യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് എത്തിയതായി നേരെ ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ പട്ടും വളയുമൊക്കെ വാങ്ങി ബി ജെ പിയുടെ ലാവണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ കാര്യമല്ല പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹം എത്തിച്ചേരാത്ത ഒരു പ്രദേശവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം കാണാത്ത ഭൂഖണ്ഡങ്ങളൊന്നും രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ ഈ ഒരു നീക്കം അത്ര പുതുമയുള്ള കാര്യമല്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അതിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാണ് പി സി ജോർജ് എന്നുള്ള, അത് ഏത് രീതിയിലായാലും ശ്രദ്ധിക്കപ്പെടുന്ന പേരാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം 2 മുന്നണികളും ഒരു ഭാഗത്ത് മത്സരിച്ചപ്പോഴും പൂഞ്ഞാറിൽ നിന്ന് ഒറ്റയ്ക്ക് അദ്ദേഹം മത്സരിച്ച് കേരള നിയമസഭയിലേക്ക് എത്തുകയൊക്കെ ചെയ്തതാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നും മന്ത്രിയായിട്ടുണ്ട്, വലതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഐക്യമുന്നണിയുടെ കൂടെ നിന്നുമൊക്കെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനപക്ഷം എന്നുള്ള നിലയിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ തോറ്റുപോയപ്പോഴാണ് പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ യഥാർത്ഥ മുഖം കേരളം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കൊടുത്ത് അവിടെ നിന്ന് ജയിപ്പിച്ച അതേ നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോയപ്പം അദ്ദേഹം വളരെ അപകടകരമായ ചില സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് രംഗത്ത് വന്നതാണ് കേരളത്തെ ഞെട്ടിച്ചത്. ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമ്മളാരും അതുവരെയും പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല. വളരെ കമ്മ്യൂണലായി വളരെ വർഗീയമായി പ്രകോപനപരമായ രീതിയിലുള്ള പ്രസ്താവനകളടക്കം നടത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു വളരെ മോശപ്പെട്ട നിലയിലേക്ക് മാറിപ്പോയ സാഹചര്യമാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്തായാലും അദ്ദേഹത്തിന് ഐക്യജനാധിപത്യ മുന്നണിയിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ഇടമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ അദ്ദേഹം ബി ജെ പിയിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് അധികം വൈകാതെ എത്തിയിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും പി സി ജോർജ് കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇപ്പം പുതിയ മാറ്റത്തോടുകൂടി എന്താവും അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ പ്രത്യാഘാതം? അത് ഗുണകരമാകുമോ അതല്ലെങ്കിൽ ദോഷമാകുമോ? എന്താ ബാബുവിൻ്റെ അഭിപ്രായം? അത് ബന്ധം ബാബുവിനുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. കാര്യം എനിക്ക് ഈ പി സി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്.
എൻ്റെ നല്ല സുഹൃത്താണ്, അതിലപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യൻ എന്ന് പറയുമ്പം വല്ലാത്ത രീതിയിലേക്കുള്ള, അതായത് എപ്പോൾ വിളിക്കുമ്പോഴും ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിന്നെ കുടുംബകാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോടാ എന്ന് പറഞ്ഞ് വല്ലാത്ത രീതിയിലേക്കുള്ളൊരു സംസാരമാണ്. ഭയങ്കര നല്ല രസമുള്ള ഒരു ക്യാരക്ടറുമാണ്. വല്ലാത്ത രീതിയിലേക്ക് എനിക്ക് എപ്പോഴും പി സി ജോർജിൻ്റെ അടുത്ത് ഇരിക്കുമ്പം എൻ്റെ കുടുംബത്തിലൊരാളായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ എപ്പോഴും അദ്ദേഹം കാണിക്കും. ഭക്ഷണം കഴിച്ചോടാ, ഇല്ലേ ഭക്ഷണം കഴിച്ച് പോയാൽ മതി, അങ്ങനെ വല്ലാത്ത രീതിയിലേക്കുള്ള നല്ലൊരു സ്വഭാവം, ഭയങ്കരമായിട്ട് സ്വഭാവമാണ്. അതായത് ഷോണൊക്കെ ശരിക്കും നമ്മളൊരു നല്ല സുഹൃബന്ധമുള്ളതാണ്. ഇപ്പോഴും എന്നും വാട്സപ്പുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സമയക്കുറവുണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും, വിളിക്കുന്ന. പി സി ജോർജിനെ കുറിച്ച് പറയാനുള്ളത് നല്ല വ്യക്തിത്വം, ഒന്നും പറയാനില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിയിലേക്ക് പോയത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സംഭവമാണ്. അതായത് അദ്ദേഹം ആ പൂഞ്ഞാർ ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പലപ്പോഴും ഈ പി സി ജോർജിനെ കുറിച്ച് പറയുമ്പം അവിടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ പല സമയത്തൊക്കെ പി സി ജോർജിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ കൊണ്ടുകൊടുക്കുക. അതായത് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പഴക്കൊലകൾ. ഇപ്പം ബാബു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇമേജ് ഉണ്ടാവും. അതെ, ഒരു ഇമേജ് എന്ന് പറയുന്നത് അയാളുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ മാന്യനും തികഞ്ഞ സൽസ്വഭാവിയും സഹൃദയനും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നയാളാണ്. പക്ഷേ ഒരു പൊതുമണ്ഡലത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു പൊതുവായ, പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ട് വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ഇമേജ് അവിടെ രൂപപ്പെടുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ഇമേജാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്ന സമയത്ത് അവിടെ വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങൾ, നന്മ, ഇപ്പം പല ആളുകളെക്കുറിച്ചും പറയും എ ഗുഡ് മാൻ ഇൻ എ ബാഡ് പാർട്ടി എന്ന് വാജ്പേയിയെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെ പറ്റിയും കുറേ ആളുകൾ അങ്ങനെ പറയുന്നത് നല്ല മനുഷ്യനാണ്, പക്ഷേ എന്തായാലും ചാണകം ചവിട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും തുടർച്ചയായി പലവട്ടം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ അംഗീകാരം വാങ്ങി മുന്നണി ഏതോ ആവട്ടെ സ്വന്തം നിലയിൽ മത്സരിച്ചപ്പോൾ പോലും ജയിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് കാണുന്നയാളാണ്, ജനങ്ങളുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നയാളാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വല്ലാത്ത രീതിയിലേക്ക്, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പൂഞ്ഞാറിലേക്ക് വരട്ടെ ചോദിച്ചു, വേണ്ട ഞാനിവിടെ എറണാകുളത്തുണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ടാ. അത്രയും നല്ല മനുഷ്യനാണ്. ഞാൻ പറയുമ്പോൾ അത് നല്ല മനുഷ്യനാണെന്ന് തന്നെ പറയണം. കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വ്യക്തിത്വം എന്താണ് എന്നുള്ളതാണ്, എന്നോട് പെരുമാറുന്ന രീതി, അത് ഞാൻ എപ്പോഴും തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം അങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി? ബി ജെ പിയിൽ ചവിട്ടിയത് തുടങ്ങി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പതനം സംഭവിച്ചു തുടങ്ങിയത്. അല്ല, അവിടെയല്ല, അതിൻ്റെ തൊട്ട് മുമ്പ്, അതിന് കുറച്ച് മുമ്പ് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാനത് അങ്ങനെ പറയുന്നത് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ബാബുവിനത് എത്രമാത്രം ദഹിക്കുമെന്ന് എനിക്കറിയില്ല. കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ മാൻട്രാക്കാണ് എന്നാണ് ഞാൻ പലപ്പോഴും ഈ പിന്നെ കാണാറ്. എവിടെയൊക്കെ അദ്ദേഹം പോയിട്ടുണ്ടോ അവിടെയൊക്കെ കുളം കലക്കി ആ മുന്നണിയൊക്കെ ഡിസ്റ്റബിലൈസ് ചെയ്ത് അവിടുത്തെയൊക്കെ അവസ്ഥകളൊക്കെ മാറ്റം വരുത്തി അവിടെ നിന്ന് ചാടി മറ്റിടത്തേക്ക് പോയി അവിടെയും പറ്റുന്ന രീതിയിലൊക്കെ പിന്നെ കുഴപ്പങ്ങളുണ്ടാക്കി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൊമ്പിലും ഒതുങ്ങാത്ത, വിരിച്ചടത്ത് കിടക്കാത്ത ഒരു പ്രത്യേക പ്രകൃതം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിക്കുന്ന ഒരാളാണ് പി സി ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റെടുത്തവരൊക്കെ പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അല്ല, ഇതിൽ രാഷ്ട്രീയ തന്ത്രക്കാരൻ തന്നെയാണ് എല്ലാന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു കാലത്ത് പൂഞ്ഞാർ സീറ്റ് ആർക്ക് എന്ന് വെച്ചിട്ടാണ് ശരിക്കും ഭരണം നിശ്ചയിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട, അത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയായ സമയത്തൊക്കെ ഒരു സീറ്റ് വളരെ പ്രധാനമായി. അതെ, തീർച്ചയായും. ആ പ്രാധാന്യം അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ല, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത് ജനപക്ഷം പാർട്ടിയല്ല, അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത് കേരള കോൺഗ്രസ് എന്താ എസ്? സെക്യുലർ. കേരള കോൺഗ്രസ് സെക്യുലർ. ഇടതുമുന്നണിയുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അതായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ജനപക്ഷത്തിലേക്ക് മാറുന്നതൊക്കെ. അദ്ദേഹം സ്വന്തം നിലയിൽ മത്സരിച്ചു. അദ്ദേഹം ഒരു VS അച്യുതാനന്ദൻ്റെ സഹയാത്രികൻ എന്നുള്ള നിലയിൽ മുന്നണിക്കകത്ത് അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. ഇത് ഒന്ന് മറന്നുപോകും ഞാൻ, അത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അതായത് ഈ പി സി ജോർജ് എന്ന വ്യക്തി ഒരു കാലത്ത് സ്ത്രീകളുടെ വല്ലാത്തൊരു ആരാധന പുരുഷനായിരുന്നു. കാര്യം അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്ന രീതിയിലേക്ക് പല സമയത്തും പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ ശരിക്കും പല സംഭവങ്ങളിലൊക്കെ ഞാൻ വരെ അദ്ദേഹത്തെ വിളിച്ച് കുടുംബയോഗങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം നിരസിക്കില്ല, എനി ടൈം ഫോൺ എടുക്കും. വല്ലാത്ത രീതിയിലേക്കുള്ള സംഭവമായിരുന്നു. ശരിക്കും വെട്ടി തുറന്ന് പറയാം. അതായത് എന്ത് കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള ഒരു പിക്ചറിൽ നിന്ന് എങ്ങനെയാണ് പി സി ജോർജ് എന്ന വ്യക്തി ഇങ്ങനെ ആയത് എന്ന് ഇത്തരം രീതിയിലേക്ക് ആയത് എന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അല്ല, നിങ്ങൾ നോക്കൂ, അദ്ദേഹം കേരള കോൺഗ്രസ്സിലായിരുന്നു. കേരള കോൺഗ്രസ്സിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് എസ് ഉണ്ടാക്കി.
അങ്ങനെ ഇടതു മുന്നണിയുടെ മാണിയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് പലപ്പോഴും ഉണ്ടായിരുന്നത്. മാണിയുടെ കടുത്ത എതിരാളി എന്ന നിലയിലാണ്. ജോസ് കെ മാണിയൊക്കെ വളരെ വല്ലാത്ത രീതിയിലേക്ക് പിന്നീട് അത് ജോസ് കെ മാണി ഇപ്പം ഇടതു മുന്നണിയിലേക്ക് പോയി. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഒരു നിത്യ തലവേദനയായിരുന്നു പിന്നെ പി സി ജോർജ്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അച്യുതാനന്ദൻ്റെ പ്രഭാവം ഇടതുമുന്നണിയിൽ അവസാനിച്ചതോട് കൂടിയിട്ട് ആരുടെയൊക്കെ ഷീട്ട് കീറി ഈ പറയുന്ന പി സി ജോർജ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഓരം പറ്റി നിന്നിരുന്ന കുറേ ആളുകളുടെ ഷീട്ട് കീറി പിണറായി വിജയൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് ഒരു ഗുഡ് ബോയ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ UDF ആണ്. UDF സംബന്ധിച്ചിടത്തോളം എന്തായാലും പി സി ജോർജിനെ പോലെ ഒരു തലവേദനയെ ഏറ്റെടുക്കാൻ ഇപ്പോൾ ഇതിന് കൂടെ കൂട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ അബ്ദുൽ കുട്ടിയുടെ ഒരു അവസ്ഥ ശരിക്കും അബ്ദുൽ കുട്ടി ശരിക്കും BJP-യിലേക്ക് പോയതിൽ പിന്നെയാണ് പി സി ജോർജ് ശരിക്കും BJP-യിൽ കയറാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നത്. എനിക്ക് അബ്ദുള്ള കുട്ടിയെ പോലെ തന്നെയാണ്. അബ്ദുള്ള കുട്ടി ആദ്യം SFI ആയിരുന്നു, CPM-ന്റെ നേതൃത്വം, പിന്നെ കാൻഡിഡേറ്റ് ആയി, MP ആയി, വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിലേക്ക്, പിന്നെ കോൺഗ്രസിലേക്ക് ഇങ്ങനെ പിന്നെ കുറെ കാലം കോൺഗ്രസിൽ നിന്നിട്ട് ഒടുവിൽ പിന്നീട് എന്താ കാണുന്നത്, പിന്നെ BJP-യുടെ ഇപ്പോൾ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തെ മോഹിപ്പിക്കുന്നുണ്ടാവും പി സി ജോർജിനെ പോലെ. അപ്പോൾ അതേസമയം BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ വൈബ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളെ പോലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് ഇതുവരെയും പിടിച്ചെടുക്കാൻ പറ്റും. അനിൽ ആന്റണിയുടെ കാര്യം അറിയാലോ നമുക്ക്. ഈ പറഞ്ഞ പോലെയാണ്, എവിടെ കൊണ്ടുവച്ചാലും അത് പിന്നെ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അതേസമയം അൽഫോൺസ് കണ്ണന്താനം ഇങ്ങനെ പല ആളുകളെയും കൊണ്ടുവന്നെങ്കിലും ഒരു പൊളിറ്റിക്കൽ വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ BJP-ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് BJP ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. പക്ഷേ അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാ സഭാ നേതാക്കളോടും ഒക്കെ അനുമതി വാങ്ങിയിട്ടാണ്, പാമ്പ്ളാനി അച്ഛനോട് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയുന്നത്. പാമ്പ്ളാനി അച്ഛനെ നമുക്കറിയാലോ, 300 രൂപ റബ്ബറിനാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് MP ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കാസയുമായോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടുത്തെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള സാമൂഹ്യ ബാലൻസിനെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങളെയൊക്കെ ഇത് കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും കേവലം ഒരു പി സി ജോർജ് നാവിനെല്ലില്ലാത്ത എന്തും വെട്ടിത്തുറന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒക്കെ പറഞ്ഞ ഇമേജ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പി സി ജോർജ് കേവലം ഒരു BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു വ്യക്തി പോകുന്നത് മാത്രമായി നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് BJP RSS ഒക്കെ വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ. അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ ഈക്വലായി ബാലൻസ് ചെയ്തു പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ ഭരണം മാറി മാറി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു ബാലൻസ് ഉണ്ട് കേരളത്തിൽ. ആ ബാലൻസിനെ പൊളിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതെങ്കിലും തരത്തിൽ, ഏത് തരത്തിൽ, നമ്മൾ ഇതിന് മറ്റൊരു രൂപം കണ്ടു, സുരേഷ് ഗോപി കൊണ്ടുപോയി മാതാവിന് കിരീടം വെച്ചു കൊടുത്തത് നമ്മൾ തൃശ്ശൂർ കാണുന്നു. അപ്പോൾ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് ഇപ്പോൾ BJP-യുടെ കൂടെ പോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് പി സി ജോർജ് പറയുന്ന പ്രസ്താവനകൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാറുണ്ട്, കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന പെണ്ണിനോടും ചെറുക്കനോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 4 കുട്ടികളെങ്കിലും പ്രസവിക്കണം എന്നൊക്കെ പറയുന്ന, കേരളത്തിൽ പറയുന്ന ഒരു നേതാവാണ് പി സി ജോർജ്. നിസ്സാരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല അദ്ദേഹത്തിൻ്റെത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇവിടുത്തെ ഡെമോഗ്രാഫി ഉണ്ട്, ഇവിടുത്തെ ഓരോ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള രേഖ. സെൻസസ് വന്നിട്ടില്ല 2021-ലെങ്കിലും 2011-ലെ രേഖയെപ്പോലും തകർക്കുന്ന, അതിന് തള്ളിക്കളയുന്ന രീതിയിൽ 35% കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ എന്നൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നത് എവിടേക്കാണ്, ആരോടാണ്? ജനങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല. എത്ര ശതമാനമുണ്ട്? ജനങ്ങൾ പലതും കുറേ അങ്ങ് പറയുമ്പോൾ ആരാ പറയുന്നത്, എന്താ പറയുന്നത് പോലും നോക്കാതെ കുറേയൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന സമൂഹം തന്നെ നമുക്ക് ചുറ്റുപാടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതൊരു ശരിയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പല രീതിയിൽ വിദേശത്തേക്ക് പോവുക, പഠിക്കാൻ പോകുന്നു, അവിടെ ജോലി എടുക്കുന്നു, ആ രീതിയിലുള്ള പിന്നെ സെറ്റിൽമെൻറ്റിലേക്ക് അവർ മാറുന്നു. പലപ്പോഴും പലരും കേരളത്തിലേക്ക് മടങ്ങി വരുന്നില്ല. തന്നെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവെ എന്താ വെച്ചാൽ കുട്ടികൾ കൂടുതൽ വേണ്ട എന്ന് വെച്ചാൽ വലിയ തലവേദന വലിയ തലവേദന ശരിക്കും കുട്ടികളെ കൊണ്ട് ശരിക്കും ആളുകൾ ഉണ്ടാവുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാവുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത തലവേദന തന്നെയാണ്. അത് നമ്മുടെ ജനറേഷൻ തുടർന്നു പോകുന്നതിനും സമൂഹം നിലനിൽക്കുന്നതിനും അനിവാര്യമാണ്. അതേസമയം അതിൽ നിന്ന് വിമുഖത കാണിക്കുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല,
ആ കമ്മ്യൂണിറ്റി ഏതെങ്കിലും തരത്തിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് KCBC ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നു. ഇനി ഇവിടെ കുട്ടികളെ ഇവിടെ തന്നെ നിർത്താനും ഇവിടെ തന്നെ പഠിക്കാനും കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സഭകൾ ഗൗരവമായ ആ വിഷയം കൈകാര്യം ചെയ്യണം എന്ന് ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് പോസിറ്റീവായിട്ടുള്ള വശമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ പൊളിറ്റിക്കലായിട്ട് ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന PC ജോർജിനെ പോലുള്ള ക്ഷുദ്രജീവികൾ, അത് അവർ BJP യോട് എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള അവകാശം ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്കില്ലേ? അദ്ദേഹം ശരിയല്ല എന്ന് വരികയാണെങ്കിൽ തോൽപ്പിക്കാനുള്ള, എന്നിട്ട് അതൊരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ മേൽ വളരെ വളരെ ബോധപൂർവം അതിൽ ചാരിക്കൊണ്ട് അവരെ പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അവരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് പോലും പരസ്യമായി പോയ ആളാണ് PC ജോർജ്. അപ്പോൾ കേരളത്തിൽ അദ്ദേഹം അതിനു മുമ്പ് പലവട്ടം MLAയും MP യും ആയപ്പോൾ ഈ പറയുന്ന എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന MLAയും മന്ത്രിയൊക്കെ ആയത്, അല്ലെങ്കിൽ ചീഫ് വിപ്പൊക്കെ ആയത്. അതൊക്കെ മറന്നുപോയിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തച്ച് തകർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സമൂഹത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് പോയിട്ടുള്ള ഒരാൾ, അദ്ദേഹം BJPയുടെ ഈ പറയുന്ന ലാവണത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. BJP ആഗ്രഹിക്കുന്നത് അതാണ്. BJP ആഗ്രഹിക്കുന്നത് കേരളം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് താരതമ്യേന ശാന്തമായി സുന്ദരമായി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായി കേരളം തുടരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ ഈ രാജ്യത്ത്, അത് BJP ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ പോയി ആ പാളയത്തിൽ പോയി തലവെച്ച് കൊടുക്കുന്ന, അവിടെ പോയിട്ട് ഞാൻ പ്യൂണിൻ്റെ പണിയെടുക്കുന്നോ അല്ലെങ്കിൽ സ്വീപ്പർ പണിയെടുക്കുന്നൊക്കെ PC ജോർജ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. PC ജോർജിനെ പോലെ ഇത്രയും പരിണിതപ്രജ്ഞനായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള പലവട്ടം ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യൻ BJPയുടെ പാളയത്തിൽ എന്തിനു അദ്ദേഹം സ്വീപ്പർ പണി എടുക്കണം? എന്തിനാ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പക്ഷെ PC ജോർജ് എപ്പോഴും സ്വീപ്പർ പണി എടുക്കുമെന്ന് BJP കരുതണ്ട. PC ജോർജിനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാ. BJP ചെയർമാനാവും പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ ശരിക്കും BJP പിളരും. BJPയെ വരെ പിളർത്തും. അതെ, ആ സംശയമൊന്നുമില്ല. BJPയെ വരെ പിളർത്തും. PC ജോർജ് BJPയെ പിളർത്തും. അതെ, കാര്യം അദ്ദേഹം വന്ന സംഭവങ്ങളൊക്കെ പിളർത്തിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, നല്ല ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ പറയുമ്പോൾ, സ്വഭാവം കൊണ്ട് എന്നോട് പെരുമാറിയത് വെച്ച് നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ ശരിക്കും പിളർപ്പുണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ ആ പിളർപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആ പിളർപ്പ് BJPയിലാണ്. കയ്യൊഴിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രതിമയാണ് ജൂനിയർ മാൻട്രാക്ക്. നമ്മൾ കണ്ടിട്ടുള്ളൊരു സിനിമ. അതുപോലെയാണ് PC ജോർജ്. ഒടുവിൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് BJPയുടെ കയ്യിലാണ്. BJPക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേരളത്തിൽ. അവർ 4-5 നിയോജക മണ്ഡലങ്ങൾ A ഗ്രേഡൊക്കെ കൊടുത്ത് അവിടെ വലിയ തോതിൽ പണം പമ്പ് ചെയ്ത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വമ്പിച്ച രീതിയിലുള്ള പ്രചാരണം ഇപ്പോഴേ അഴിച്ചുവിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഈ ക്യാമ്പയിൻ വരുന്നതെന്ന് പറയുന്നത് ആ ഒരു ഫണ്ടിങ്ങും ആ ഒരു പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്തുമ്പോൾ പിന്നെ തെക്കൻ ജില്ലകളിൽ ഏതെങ്കിലും ഒന്നിൽ കുറച്ചുകൂടി ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്തരത്തിൽ PC ജോർജിനെയോ അല്ലെങ്കിൽ മകൻ ജോർജിനെയോ ഒക്കെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജ് കിട്ടിയേക്കും എന്നുള്ളൊരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. അതവർ നടത്തട്ടെ. പക്ഷേ അതിന് ഇത്തരത്തിൽ സമൂഹത്തെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള വിനാശകരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മുന്നോട്ട് വെച്ച PC ജോർജിനെ പോലുള്ളവരെ അവർ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ എന്താണ് പറയുക, പോയ സ്ഥലത്തൊക്കെ പിളർപ്പ് സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ശരിക്കും BJP ഒരു പിളർപ്പ് ശരി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ? BJP ഓൾറെഡി ആന്തരികമായി പിളർന്ന് കിടക്കുകയാണ് കേരളത്തിൽ. പിന്നെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും BJPക്ക് അകത്തുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങൾ, അതിനകത്തുള്ള ഗ്രൂപ്പുകൾ, അതിനകത്തുള്ള പിന്നെ ചക്കളത്തി പോരാട്ടങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും നാട്ടിൽ പാട്ടാണ്. ഇനി ഇദ്ദേഹം കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം കൂടി പിന്നെ ഒത്തുവരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നന്ദി, നമസ്കാരം.